ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഫ്രെയിംസ് ഫ്രം മൈ ലൈഫ്. സോ ഇന്ന് നമ്മൾ പട്ടായയിലെത്തിയിട്ട് ഡേ 1 ആണ്. അപ്പം നമ്മൾ ഇന്ന് ബേസിക്കലി ഇവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ക്ലൂക്കിൽ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഹോട്ടലിൽ നിന്ന് തന്നെ അവർ പിക്കപ്പ് ചെയ്യാൻ വരും നമ്മൾ. അപ്പോൾ ഒരു 8:30 അറൗണ്ട് ആകുമ്പോൾ അവർ ഞങ്ങളെ പിക്കപ്പ് ചെയ്യാൻ വന്നു. അപ്പം നമ്മൾ ഇന്ന് വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കോറൽ ഐലൻഡിലാണ്. സോ നമ്മളെടുത്ത പാക്കേജിൽ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് സ്നോർക്കലിംഗ്, സീ വാക്ക്, പാരാസെയിലിംഗ്, പിന്നെ അതുപോലെ തന്നെ ഒരു ഡ്രോൺ ഫോട്ടോഷൂട്ടും പിന്നെ ജസ്കിയും, അത്രയും ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇപ്പം നമ്മൾ ഏകദേശം ഒരു ലൊക്കേഷനിലെത്തി. ഇനി അതിനുശേഷം നമുക്ക് കയ്യിൽ കുറച്ച് ടാഗുകളൊക്കെ അവർ തരും. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ബോട്ടിലോട്ടാണ് ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോവുക. മെയിൻലി എൻ്റെ ബാക്കിൽ പട്ടായകളോ ശരി പട്ടായ. അപ്പോൾ ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക ഇൻട്രൊഡക്ഷൻ പോലത്തെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ ബോട്ടിൻ്റെ സൈഡിലോട്ട് കൊണ്ടുപോകുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ബോട്ട് കയറിയിട്ട് വേണം ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സ്പോട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ബോട്ടിലൊക്കെ കയറി അതിന് ശേഷം ഫസ്റ്റ് പ്ലേസായ പാരാസെയിലിങ്ങിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ പാരാസെയിലിംഗ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഈ റീൽസിലൊക്കെ കാണില്ലേ, സ്കൈ ഡൈവിങ് ചെയ്യുമ്പോൾ അഡ്രിനാലിൻ റഷ് ഉണ്ടാവുമെന്നൊക്കെ, ആ കൈൻഡ് ഓഫ് അത് പേടിയുള്ളവർക്ക് കുറച്ചും കൂടി തോന്നുന്നു മാത്രം. പക്ഷേ എനിക്ക് അത്ര പേടി ഉണ്ടായിരുന്നില്ല. ഒരു 2 minutes കണ്ടപ്പോൾ ഓക്കെ. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ പേടി ഉണ്ടായിരുന്നത് സീ വാക്കിലായിരുന്നു. എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും ഇത് മാത്രം ഇറങ്ങി. അതെനിക്ക് കുറച്ച് ഭയങ്കര വിഷമമായിരുന്നു, കാരണം മീനുകളെയൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. അതിനുശേഷം ഞങ്ങൾ സ്നോർക്കലിങ്ങും ചെയ്തു, പിന്നെ ജസ്കിയും ചെയ്തു, പിന്നെ ഞങ്ങൾക്ക് ലാസ്റ്റ് ഒരു ഡ്രോൺ ഫോട്ടോ ഷൂട്ടും ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു സത്യത്തിൽ. പിന്നെ ഞങ്ങൾ എടുത്ത പാക്കേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡഡ് ഫുഡുള്ള പാക്കേജ് ആയിരുന്നു. സോ നമുക്ക് ഈ ആക്ടിവിറ്റീസിൻ്റെ ഇടയിൽ ഫുഡിനും ടൈം ഉണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. അതിന് ശേഷം നമ്മൾ ഈവനിങ് തിരിച്ചെത്തി ഏകദേശം ഒരു 3:30 ആ ഒരു സമയമാകുമ്പോഴേക്കും. പിന്നെ നമുക്ക് ഫോട്ടോസ് വേണമെങ്കിൽ അവരപ്പം തന്നെ അയച്ചു തരും, ഡ്രൈവിലോട്ട് ഇട്ട് തരും. അതിനുശേഷം രാവിലത്തെ വാട്ടർ ആക്ടിവിറ്റീസിന് ശേഷം തിരിച്ച് അവർ തന്നെ നമ്മുടെ റൂമിലോട്ട് നമ്മളെ ഡ്രോപ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ വൈകുന്നേരം ദ ഫേമസ് അൽക്കസർ ഷോ കാണാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ, ദ ക്യൂബ പറഞ്ഞിട്ടാണ്. ഒരു ക്യൂബൻ ടൈപ്പ് ഓഫ് ആർക്കിടെക്ചറൊക്കെയാണ്. നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അൽക്കസർ ഷോ വാക്കബിൾ ഡിസ്റ്റൻസ് ആയിരുന്നു, 1 kilometer ഉണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഫുഡ് സ്ട്രീറ്റും കൂടി കണ്ടു. തിരിച്ചു വരുമ്പോൾ അവിടെ എന്നിട്ട് അൽക്കസർ ഷോ കാണാൻ പോയി. Performances, showmanship and choreography, magnificent costuming, stunning sets, and state-of-the-art light and sound. We invite you now to sit back, relax, and prepare to...
അൽക്കസർ ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് വിശപ്പിൻ്റെ സമയമാവാറായി. അപ്പം നമ്മൾ തൊട്ടടുത്ത് വരുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഫുഡ് സ്ട്രീറ്റിൽ നമ്മൾ കഴിച്ചു. അവിടെ നമ്മൾ ഫസ്റ്റ് കുടിച്ചത് ഒരു കോക്കനട്ട് സ്മൂത്തിയാണ്. അത് അടിപൊളി ടേസ്റ്റായിരുന്നു, ഫ്രഷ് കോക്കനട്ട് ആയതുകൊണ്ട് തന്നെ. പിന്നെ ഞാൻ അത്ര അതൊന്നും കഴിക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ നോക്കിയില്ല. അതിനുശേഷം നമ്മൾ അവിടുന്ന് കുറച്ച് സ്ട്രീറ്റ് ഫുഡ്സൊക്കെ ട്രൈ ചെയ്തു. ബേസിക്കലി ഞാൻ ചിക്കൻ്റെ ഐറ്റംസാണ് കഴിച്ചത്. ചിക്കൻ്റെ സ്ക്യൂവറിലുള്ള ചിക്കൻ്റെ ടിക്ക പോലത്തെയൊക്കെ സാധനങ്ങൾ ഞാൻ അതിൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. ആ പോണ വഴിക്ക് നമ്മൾ ലഫൂനെ കണ്ടു. അങ്ങനെ അതിനുശേഷം അവിടെ ഒരു വലിയ ജാലിയിലൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ അവിടുന്ന് രാത്രിത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലെത്തിയിട്ട് റെസ്റ്റ് എടുത്തു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പതിയെ അടുത്ത വീഡിയോസിൽ കാണാം. അയ്യോ പോവല്ലേ, പറയാൻ വിട്ടുപോയി. നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരു ഇൻട്രസ്റ്റിംഗ് ഐറ്റമാണ് ഈ മീനിൻ്റെ മേലിരിക്കുന്നത്. അപ്പോൾ ശരി, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ. ഡു സപ്പോർട്ട്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.